ഹായ്, ഐ എം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് രാരീരം രാരോ. നമുക്ക് ആ പാട്ട് എങ്ങനെയാണ് കീബോർഡ് പ്ലേ ചെയ്യുന്നത് നോക്കാം. അതേസമയം നമുക്ക് അതിൻ്റെ കോഡ്സ്, അതിൻ്റെ സ്കെയില്, അതിൻ്റെ രാഗം, നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും കീബോർഡിലെടുത്ത് നോക്കിയാലോ. ഇത്രയാണ് പല്ലവി എന്ന് പറയുന്നത്. മിസ് എടുത്തപ്പോൾ ഫിംഗർ കൊടുത്ത് തെറ്റിയായിരുന്നു, പക്ഷേ ഇങ്ങനെ ഫിംഗർ റൂൾസ് കുറച്ച് മാറിപ്പോയായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അനുപല്ലവി വരുന്ന ഇങ്ങനെ അനുപല്ലവി ചരണം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ അനുപല്ലവി കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്. ഇതാണ് അനുപല്ലവി. ഇത്രയുള്ള അനുപല്ലവിയാലും ഇത് അനുപല്ലവിയും ചരണവും ഒരുപോലെ പോരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ പാട്ടിൻ്റെ ഇത്. അതേസമയം നിങ്ങൾ ആ അനുപല്ലവിയുടെ തന്നെ ചരണത്തിനും വായിച്ചുണ്ടാൽ മതി, പാട്ട് കേട്ടോണ്ട്. ഈ പാട്ടിൻ്റെ ലെന്ത് ഏകദേശം ഇവിടുന്ന് ഇവിടം വരെ ഉള്ളു കേട്ടോ. നമുക്ക് ഇതിൻ്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഡി മൈനർ ഹാർമോണിക് മൈനർ, ഡി ഹാർമോണിക് മൈനറിലായി പാട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്കെയിൽ പോകുന്ന ഇങ്ങനെ ഡി ഇ എഫ് ഇ ഉണ്ട്. ഇതേ സമയത്ത് ഇത് രാഗം ബേസ് ചെയ്ത് വന്നിരിക്കുന്നത് കാപ്പി, ഹരഹരപ്രിയ രാഗത്തിൻ്റെ മേളകർത്ത രാഗമാണ് ഹരഹരപ്രിയ. ഹരഹരപ്രിയ രാഗത്തിൻ്റെ ജന്യരാഗമാണ് കാപ്പി രാഗം. ആ രാഗത്തിൻ്റെതാണ്. അതിൻ്റെ സ്വരസ്ഥാനം പോകുന്ന ഇങ്ങനെയാണ്. ഇവിടെ നമ്മളിപ്പോൾ പാട്ട് ഇവിടെ നിന്ന് എടുത്തത് കൊണ്ടാണ് ഈ കീസ് വന്നത്. നമ്മളിപ്പോൾ രാഗം നമ്മൾ ഷഡ് ചെയ്തായിട്ട് എപ്പോഴും ഇങ്ങനെ എടുക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഇതണ്ട, ഇതാണ് ആരോഹണം. ഇങ്ങനെ പോകുമ്പോൾ അവരോഹണം ഇതാണ് കാപ്പി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഷഡ്ജം ആരോഹണം പോകുന്ന ഇങ്ങനെ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമ, പഞ്ചമ, കാകളി നിഷാദ, ഷഡ്ജം. ഇതാണ് ആരോഹണം. അവരോഹണം പോകുമ്പോൾ ഷഡ്ജം, കൈഷികി നിഷാദ, ചതുശ്രുതി ദൈവതം, വീണ്ടും കൈഷികി നിഷാദം, പഞ്ചമ, ശുദ്ധ മധ്യമ, സാധാരണ ഗാന്ധാര, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം. ഇതാണ് ഇതിൻ്റെ രാഗത്തിൻ്റെ സ്വരം പോകുന്നത് ഇങ്ങനെ. അപ്പം നിങ്ങൾ ഈ പാട്ടെടുക്കുമ്പോൾ ഇത് കണ്ട ഇങ്ങനെ എടുക്കണം. അല്ല സോറി, കണ്ട. അപ്പം ഇവിടെയാണ് തുടങ്ങുന്നത്. ഡി മൈനറിൽ ഈ പാട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ആരംഭിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതുണ്ട. രണ്ടാമതെന്താ എന്താ വീണ്ടും ഒന്നുകൂടെ. വീണ്ടും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്ലോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ
ഇവിടെ വരും. പെട്ടെന്ന് എടുക്കണേ. എന്താ അത് കഴിഞ്ഞ് അടുത്തത് വരുമ്പോൾ വേണ്ട, വീണ്ടും ഇവിടെ വരും. സെക്കൻഡ് വരെ ഒന്നുകൂടെ. അതാണ് അനുപല്ലവിയുടെ പല്ലവിയുടെ ഇതിങ്ങനെ വരും. വീണ്ടും ഇതാണ് ഇങ്ങനെ സ്റ്റാർട്ട്. സെക്കൻഡ് പിന്നെ അനുപല്ലവി വരുമ്പോൾ ഇതുണ്ട്. കണ്ട, ഒരിക്കൽ കൂടി അതെടുക്കും കേട്ടോ. അത് കഴിയുമ്പോൾ കണ്ട, ഇത് പെട്ടെന്ന് എടുക്കണം, അതുകൊണ്ടാണ് മിസ്സിങ്ങനെ എടുത്തത്. ഉണ്ട് എന്താ, വീണ്ടും ഒരിക്കൽ കൂടി ഉണ്ടാകും. പെട്ടെന്ന് എടുക്കേണ്ടതുകൊണ്ട് മിസ്സിങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ മറ്റേ കോഡ്സ് നോക്കണ്ടേ നമുക്ക്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതെല്ലാം കീസ് എടുത്തായിരുന്നല്ലേ. ഈ 2 കീസ് വന്നു, ബാക്കി വൈറ്റ് കീസ് ഇവിടുന്ന് ഇവിടം വരെ വന്നല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാൻ പറ്റും? നമുക്ക് ഡി മൈനർ കോഡ് ഉണ്ട്. ഡി മൈനർ കോഡ് എടുക്കാൻ പറ്റും. കാരണം ഈ 3 കീസ് ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലേ. അതേസമയം നമുക്ക് വന്ന് എ മേജർ കോഡ് എടുക്കാൻ പറ്റും, എ മൈനർ കോഡ് പിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എഫ് മേജർ കോഡ് പിടിക്കാം, കാരണം വെച്ചാൽ ഇതിനകത്ത് ഈ കീസ് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ബി ഫ്ലാറ്റ് മേജർ കോഡ് ഇതിൽ ഉണ്ടായിരുന്നല്ലേ. നമുക്ക് ഇതൊക്കെ പിടിക്കാം. അങ്ങനെ ഇത്രയും കോഴ്സ് വെച്ച് കുട്ടികൾക്കാണ് ഇത് തീരെ ഒന്നും അറിയാൻ പറ്റാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മിസ് ഇതെടുക്കുന്നത്. നല്ല മിസ് പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകാത്തതിൻ്റെ കാര്യം അത്. ഇനി നമ്മൾ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? B11 നമ്മളെങ്ങനെ എടുക്കുന്നത്? B11 എന്ന് എടുക്കുമ്പോൾ ഇവിടെ ബിയെ പിടിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ വന്ന് ഇവിടെ എഫ് ഷാർപ്പ്, എ, സി ഷാർപ്പ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് B11. അതേസമയം ബി ഓഗ്മെൻറ്റഡ് 11 ആണെങ്കിൽ നമ്മൾ ഈ ഇതെടുത്ത് പിന്നെ ഈ ഷാർപ്പ് എന്ന് പറയും, നമ്മൾ എഫിൽ കൈവയ്ക്കും. കണ്ടേ? അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. ഒന്ന് പരിശ്രമിച്ച് നോക്കുക. കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനെ കാണിച്ചു തരിക്കുന്നത് കേട്ടോ. ബി കോഡ് നമ്മൾ ഓർഡറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ B11 എങ്ങനെയാണ് എടുക്കുന്നത്? ഇ, സി ഷാർപ്പ്, എ, എഫ് ഷാർപ്പ് അല്ലേ. ഇവിടെ എഫ് ഷാർപ്പ് പിടിച്ചു. അതേസമയം നമ്മൾ ഇവിടെ ആണെങ്കിൽ എങ്ങനെ എടുക്കുക? ഇവിടെ ഇ ഷാർപ്പ്, ബി ഓഗ്മെൻറ്റഡ് 11. അതെങ്ങനെ വരും? നമ്മളിവിടെ ഇ പിടിച്ചു അല്ലേ, ഇവിടെ ഇ ഷാർപ്പ് പിടിക്കും. ഇ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എഫ് ആണ് കേട്ടോ. അപ്പോൾ ഇ ഷാർപ്പ്, സി ഷാർപ്പ്, എ, എഫ് ഷാർപ്പ്. അപ്പോൾ ഒരു സെമിറ്റൂൺ ഇവിടെ നിന്ന് ഇ പിടിക്കുന്നിടത്ത് എഫ് പിടിച്ചാൽ ബി ഓഗ്മെൻറ്റഡ് 11 ആയി. ഇവിടെ ഇത് ഇ പിടിച്ചാൽ B11 ആയി. ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ ഓർഡറായിട്ട് ബിയുടെ കോഡ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കുക. മിസ് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലാകാത്തവർ മിസ്സിനെ വിളിച്ച് സംശയം ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. ബൈ.